ബിഗ് ഷോപ്പറൊക്കെ ആയിട്ട്. അച്ഛനമ്മയ്ക്കും വേണ്ടി വാങ്ങിയ കുറച്ച് ആയുർവേദ മരുന്നുകളാ. ഒരു പ്രായം കടന്നവരുടെ ആരോഗ്യ പരിപാലനത്തിന് വളരെ നല്ലതാ. ഉള്ളിൽ കഴിക്കാനുള്ള തെങ്ങിൻ പൂക്കുല രസായനം തൊട്ട് പുറമേ പുരട്ടാനുള്ള ധന്നന്തരം കുഴമ്പ് വരെയുണ്ട്. പിന്നെ തലയിൽ തിരുമാനുള്ള രാസനാദിപ്പൊടി, ചുമ ശമിക്കാനുള്ള പത്രാദി ചൂർണമുണ്ട്. എന്റെ സുഹൃത്തായ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങിയതാ. എന്തിനാടാ ഇതൊക്കെ വാങ്ങിയത്? വലിയ വിലയായി കാണുമല്ലോ. ഏയ്, കൂടുതലൊന്നും ആയില്ല അച്ഛാ. ഒരു 2500 രൂപ, അത്രേ ഉള്ളൂ. അത്രയും വലിയ തുക മുടക്കി ഇതൊക്കെ വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാര്യമൊക്കെ ഉണ്ട്. വയസ്സുകാലത്ത് ഈ മരുന്നുകളൊക്കെ നമുക്ക് ഗുണം ചെയ്യും. മാധവേട്ട, വൈകിയാണെങ്കിലും നമ്മുടെ മൂത്ത മോന് തോന്നിയ തന്തയുടെയും തള്ളയുടെയും ആരോഗ്യ സംരക്ഷണ ചിന്ത മുൻജന്മ സുഹൃതം തന്നെയാ. ചന്ദ്രു പറഞ്ഞതുപോലെ ഇതൊക്കെ നിന്റെ പണം കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നത് മുജ്ജന്മ പുണ്യം തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, നീ തന്ന പണം ചെലവാക്കാതെ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 10,000-2000 രൂപയൊക്കെ ആയതല്ലേ, ആ പണം അങ്ങ് തിരിച്ചു തന്നേക്കാം. ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം. അത് വേണ്ട, ആ പണം അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇനി എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. അമ്മേ, ഈ മരുന്നെടുത്ത് സൂക്ഷിച്ചു വെക്കി കേട്ടോ. മരുന്ന് കഴിക്കേണ്ട സമയവും ക്രമമൊക്കെ ഈ കുറിപ്പിടിയിലുണ്ടാവും. ഇതാ, ബലികർമ്മം നടത്തിയതുകൊണ്ട് വിക്രം പിണങ്ങി നടക്കല്ലേ. അയാളെ സന്തോഷിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഈ മരുന്നെടുത്ത് കാണിച്ചാ മതി. അതുകൊണ്ടെന്താ? ഈ മരുന്നെല്ലാം വിക്രം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടേതാ. അങ്ങനെ അച്ഛനമ്മമാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല, മരുമകന്റെ മുഖം തെളിയാനും ഈ ഔഷധങ്ങളൊക്കെ അത്യുത്തമ. ഹരിതയാണല്ലോ. ഹലോ ഹരിത. മനോജ്, ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. എന്തായാലും പറഞ്ഞു. നിന്റെ അടുത്തിപ്പോ ആരുമില്ലല്ലോ? ഇല്ല, ആരുമില്ല. നീ എന്താണ് ടെൻഷൻ അടിപ്പിക്കാത്ത കാര്യം പറ. മനോജ്, അച്ഛൻ എത്രയും പെട്ടെന്ന് നിന്നെ നേരിലൊന്ന് കാണണം. നീ ഉടനെ ഇങ്ങോട്ട് വരണം. എന്തിനാ ഹരിത? നീ വാ, നേരിട്ട് പറയാം. നിന്റെ അച്ഛനെതിരെ എന്നെ കാണുന്നേ ഇനിയും വല്ല അടിയും തരാനാണോ? അതിനൊന്നും അല്ല, നീ ഒന്ന് വേഗം വന്നേ. എന്തെങ്കിലും കാര്യമില്ലാതെ അച്ഛൻ നിന്നോട് വരാൻ പറയില്ലല്ലോ. എന്തോ തീരുമാനം അറിയിക്കാനാ. എന്ത് തീരുമാനം? അച്ഛൻ നിന്നോട് നേരിട്ട് പറയാൻ പോകുന്ന കാര്യം ഞാൻ എങ്ങനെ പറയാനാ? നീ ആദ്യം ഇങ്ങോട്ടൊന്ന് വന്നേ. അതെ, എനിക്ക് ഒരേ ഒരു മകളാ. അവളുടെ ജീവിതമാ എനിക്ക് വലുത്. തന്നിഷ്ടപ്രകാരം ചെയ്ത തെറ്റിന്റെ കയ്പ് നീര് ഇവള് വേണ്ടുവോളം കുടിച്ചു കഴിഞ്ഞു. ഇനിയും പരീക്ഷിക്കാനുള്ള ശക്തി എനിക്കില്ല. അച്ഛനായി പോയില്ലേ. ഇനിയിപ്പോ ചില വിട്ടുവീഴ്ചകൾക്ക് ഞാൻ തയ്യാറാ. നിങ്ങളുടെ ഭാവി ജീവിതം സുരക്ഷിതമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കൂട്ടുകുടുംബത്തിൽ നിന്ന് രക്ഷപ്പെടണം. മനസ്സിലായില്ല? ആ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറി താമസിക്കണമെന്ന്. പുതിയ വീട്ടിൽ നിന്നും നിങ്ങൾ നിങ്ങളുടേതായ കുടുംബജീവിതം നിങ്ങൾ തന്നെ കെട്ടിപ്പടുക്കണം.
അതെ, ഈ പണത്തിന്റെ കാര്യമാണെങ്കിലേ അതേക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കണ്ട. സാമ്പത്തികമടക്കം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും. എന്താ സുമേ നിന്റെ അഭിപ്രായം? ഉചിതമായ തീരുമാനം തന്നെയാ. പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ ഒരു ഗ്രഹനാഥന്റേതായ ഉത്തരവാദിത്ത ബോധം മനോജിനുണ്ടാവുകയും ചെയ്യും. അതിന്റേതായ മാറ്റങ്ങൾ ഹരിതമോൾക്കും ഉണ്ടാവും. അത് ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇവർക്ക് താമസിക്കാൻ എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വാടക വീട് ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അങ്ങോട്ട് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ. കുറിപ്പച്ച കേട്ടാ? മോനെ, ഒരു രാഷ്ട്രീയക്കാരന്റെ കടുംപിടുത്തമൊക്കെ മാറ്റിവെച്ച് ഉത്തരവാദിത്വ ബോധമുള്ള ഒരച്ഛനിലേക്ക് ഇറങ്ങി വന്നിരിക്കുക നിന്റെ അമ്മായിയച്ഛൻ. ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ഇല്ലമ്മ, അച്ഛൻ പറയുന്നത് അനുസരിക്കാൻ ഞാൻ തയ്യാറാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബിസിനസ് തുടങ്ങാനുള്ള പണവും കിട്ടും. ആണോ? കുടുംബദൈവങ്ങളെ പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ നീക്കിക്കോ.